തമിഴ്നാട് രാഷ്ട്രീയ ചരിത്രത്തിൽ ഇന്നൊരു നിർണായക ദിനം. നടൻ വിജയ് ആദ്യമായി തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇറങ്ങിയ സാഹചര്യത്തിൽ തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുകയാണ്. തമിഴ്നാട്ടിലെ ഓരോ മണ്ഡലങ്ങളും ശക്തമായ പ്രചാരണം നടത്തിയ വിജയ് ജനങ്ങളുമായി നേരിട്ട് ഇടപെട്ടും സാധാരണക്കാരന്റെ ജീവിതത്തിലേക്ക് കടന്നും വലിയ പിന്തുണ നേടുകയായിരുന്നു. എന്നാൽ പ്രചാരണ കാലയളവിൽ നിരവധി പ്രശ്നങ്ങളും വിവാദങ്ങളും വിജയെ തേടിയെത്തി. അടുത്തിടെ വേളാങ്കണ്ണി പള്ളിയിൽ വിജയ് എത്തുമെന്ന് പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ആരാധകരും പാർട്ടി പ്രവർത്തകരും ഒത്തുകൂടി സംഘർഷാവസ്ഥ ഉണ്ടാക്കുകയും വലിയ വിവാദങ്ങൾക്ക് ഇടയാക്കുകയും ചെയ്തു. വിജയ് തോൽക്കുമെന്ന വിമർശനങ്ങൾ ഉയർന്നപ്പോഴും അദ്ദേഹത്തിന്റെ ക്യാമ്പ് ആത്മവിശ്വാസം കൈവിട്ടില്ല. കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ രാഷ്ട്രീയ പരാമർശങ്ങൾ പോലും തമിഴ്നാട്ടിലെ പ്രചാരണ ചർച്ചകളിൽ ഇടം നേടിയിരുന്നു. അതേസമയം ദ്രാവിഡ മുന്നേറ്റ കഴകം DMKയും ഓൾ ഇന്ത്യ അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകം ADMKയും ശക്തമായ പ്രതിരോധ തന്ത്രങ്ങളുമായി രംഗത്തെത്തി. എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നതോടെ തന്നെ വിജയുടെ തമിഴക വെറ്റിക്കഴകം TVKയിൽ വലിയ മുന്നേറ്റം നടത്തുമെന്ന സൂചനകൾ ലഭിച്ചിരുന്നു. അതോടെ പരമ്പരാഗത ദ്രാവിഡ പാർട്ടികളിൽ ആശങ്ക പ്രകടമായി. ഇപ്പോൾ പുറത്തുവരുന്ന ഔദ്യോഗിക ഫലങ്ങൾ അനുസരിച്ച് TVK അപ്രതീക്ഷിതമായ രീതിയിൽ വലിയ മുന്നേറ്റം കൈവരിച്ചിരിക്കുകയാണ്. ഏകദേശം 100-ൽ കൂടുതൽ സീറ്റുകളിൽ ലീഡ് നേടുന്ന TVK DMKയും ADMKയും ശക്തമായ വെല്ലുവിളി ഉയർത്തുകയാണ്. DMK സംഖ്യ ഏകദേശം 50-ൽ പരം സീറ്റുകൾ മുന്നിൽ നിൽക്കുമ്പോൾ ADMK സംഖ്യ 70ഓളം സീറ്റുകൾ ലീഡ് നിലനിർത്തുകയാണ്. എന്നാൽ സംസ്ഥാനമെങ്ങും TVK നേടിയ വോട്ട് വിഹിതവും ലീഡും ഈ തിരഞ്ഞെടുപ്പിന്റെ ഗതി തന്നെ മാറ്റിയിരിക്കുകയാണ്. തമിഴ്നാട് നിയമസഭയിൽ 234 സീറ്റുകളിൽ ഭൂരിപക്ഷത്തിനായി 118 സീറ്റുകൾ ആവശ്യമാണ്. നിലവിലെ പ്രവണതകൾ തുടരുകയാണെങ്കിൽ TVK ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയെ ഉയരാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം വിജയ് മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യതയും ശക്തമാകുന്നു. ചെന്നൈ ഉൾപ്പെടെ നഗരമേഖലകളിൽ കടുത്ത മത്സരം നിലനിൽക്കുമ്പോഴും ഗ്രാമപ്രദേശങ്ങളിലും പുതിയ വോട്ടർമാരിലും TVK വലിയ സ്വാധീനം ചെലുത്തിയതായി കാണുന്നു. ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ പതിറ്റാണ്ടുകളായ ആധിപത്യത്തിൽ വിള്ളലുണ്ടാക്കിയതാണ് ഈ തിരഞ്ഞെടുപ്പിന്റെ പ്രധാന പ്രത്യേകത. വോട്ട് വിഹിതം പരിശോധിക്കുമ്പോൾ DMK ഏകദേശം 32%, ADMK 30% നേടുമ്പോൾ TVK അതിനോട് ചേർന്ന് ശക്തമായി പിന്തുണ നേടിയിരിക്കുകയാണ്. ഇതൊരു പുതിയ രാഷ്ട്രീയ യുഗത്തിന് തുടക്കമെന്നാണ് വിലയിരുത്തൽ. പ്രചാരണ സമയത്ത് സാധാരണക്കാരനായി ചായക്കടയിൽ എത്തുകയും ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കുകയും ചെയ്ത വിജയുടെ ജീവിതശൈലി യുവജനങ്ങളിൽ വലിയ സ്വീകാര്യത നേടി. അതാണ് വോട്ടായി മാറിയതെന്നും വിലയിരുത്തപ്പെടുന്നു. വിജയ് തരംഗം എന്നത് ഇപ്പോൾ യാഥാർത്ഥ്യമായി മാറുകയാണ്. എക്സിറ്റ് പോളുകൾക്കപ്പുറം പോയ പ്രകടനമാണ് TVK കാഴ്ചവെക്കുന്നത്. തമിഴ്നാട് രാഷ്ട്രീയം ഇനി 2 ദ്രാവിഡ പാർട്ടികളെ മത്സരം എന്നതിൽ നിന്ന് മാറി മൂന്നാമത്തെ ശക്തമായ ശക്തിയായി വിജയുടെ പാർട്ടി ഉയർന്നിരിക്കുകയാണ്. വരും മണിക്കൂറുകൾക്കുള്ളിൽ കൂടുതൽ വ്യക്തമായ ചിത്രം പുറത്തുവരും. എന്നാൽ ഒരു കാര്യം ഉറപ്പ്, തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഒരു വലിയ മാറ്റത്തിന്റെ തുടക്കമാണെന്ന്. വിജയുടെ രാഷ്ട്രീയ യാത്ര ഇപ്പോൾ ഒരു പുതിയ അധ്യായത്തിലേക്ക് കടക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിട്ടുള്ളത്. ഇത്തരത്തിലുള്ള അപ്ഡേറ്റ്സ് ദിനംപ്രതി ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തുക. നെക്സ്റ്റ് ഒരു അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.